എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ദുരന്തത്തെ നേരിടുക, ഇതിനെ മറികടക്കുക. എന്തായാലും നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത, ഓർക്കാൻ പോലും പറ്റാത്തൊരു ദുരന്തമാണ് ഉണ്ടായി. ഇനി അതിനെ മറികടക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. പുത്തുമലയിലെ ദുരന്തത്തിന് 5 ആണ്ട് തികയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് വയനാടിന്റെ ഹൃദയം തകർത്ത് മറ്റൊരു ഉരുൾപൊട്ടിയത്. 2019 ദുരന്തഭൂമിയിൽ നിന്ന് ഏറെ അകലെയല്ല മുണ്ടക്കൈയും ചൂരൽമലയും. അർദ്ധരാത്രി പിന്നിട്ട വേളയിൽ പ്രകൃതി നടത്തിയ സംഹാര താണ്ഡവം പുറംലോകമറിഞ്ഞത് മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ്. മൃതദേഹങ്ങൾ പലതും ഒഴുകിയെത്തിയ നിലയിൽ സമീപ ജില്ലയിലെ ചാലിയാർ നദിയിൽ നിന്ന് നടുക്കത്തോടെയാണ് കണ്ടെത്തിയത്. ഉറക്കത്തിലാണ്ട മുണ്ടക്കൈയിലെ 100 കണക്കിന് കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചിരിക്കുന്നത്. മരണത്തിന്റെ ഇരുണ്ട കൈകൾ എത്ര ജീവനുകൾ നിത്യനിദ്രയിലേക്ക് കവർന്നെടുത്തുവെന്നത് ഇതുവരെ തിട്ടപ്പെടുത്താനായിട്ടില്ല. മുണ്ടക്കൈയിലെ ചെറുപട്ടണത്തെ നാമാവശേഷമാക്കിയ ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത ദുരന്തമാണ്. പുത്തുമലയേക്കാൾ പല മടങ്ങ് നാശമാണ് മുണ്ടക്കൈയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പുറത്തുവന്ന ഹൃദയഭേദകമായ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ചൂരൽമലയിലെ ഒരു സംഘം ആളുകൾ തങ്ങളുടെ അയൽവാസികളായ പലരെയും കാണുന്നില്ലെന്ന ആശങ്ക മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അറിയിച്ചിരുന്നു. പുത്തുമലയേക്കാൾ വലിയ ദുരന്തമാണ് ഇന്നത്തേതെന്നും അവർ പറയുന്നു. സൈന്യം ഉൾപ്പെടെ എത്തിയാണ് മുണ്ടക്കൈയിലും ചുരൽമലയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മണ്ണിനടിയിൽ എത്ര പേർ അകപ്പെട്ടുവെന്നതിന് വ്യക്തതയുമില്ല. അഗ്നിരക്ഷാസേനയുടെയും NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രാജ്യം മുഴുവൻ വയനാടിനെ ഉറ്റുനോക്കുകയാണ്. നിലവിലിപ്പോ ഈ പുതപ്പുകളെ കണ്ടില്ലേ, പുതപ്പ് പട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ ഉരുൾപൊട്ടിയത്. അങ്ങനെ അറിയാതെ ഒരുപാട് ആളുകൾ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അതാണ് ഇതിന്റെ ദുരന്തം ഇത്രത്തോളം കിടക്കുന്നുള്ളത്. ഇവിടെ ഒരു വീട്ടിലെ ഒരു അവസ്ഥയാണ്. വാച്ച്, മൊബൈല്, പേഴ്സ്, അവരുടെ വസ്ത്രങ്ങള് എല്ലാം ഒരു വീടിനകത്ത് ഒരു വീടിന്റെ 2ാം നിലയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടുത്തെ ഒരു കാഴ്ചയാണ്. ഈ ബെഡ് നമ്മൾ നോക്കുമ്പോൾ ആ ബെഡിലൊക്കെ അവരുടെ പുതപ്പും ഒക്കെ അഥവാ അവര് ഈ പൊട്ടൽ കേട്ട് അവര് ഇവിടെ നിന്ന് ഭയവിഹ്വലരായി ഓടിയതോ മറ്റോ ആയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ 1-2 ഐഡന്റിറ്റി കാർഡുകൾ, അവരുടെ തിരിച്ചറിയൽ കാർഡ് നമുക്ക് കാണാൻ കഴിഞ്ഞു. സ്കൂളിലെയോ കോളേജിലോ മറ്റോ സ്ഥാപനത്തിലെയോ ഒരു കാർഡ് നമുക്ക് കണ്ടു. അതിൽ ആളുകളുടെ പേരും വിവരവും ഒക്കെ ഉണ്ട്. അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കും എന്ന് നമുക്ക്, അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകർ അത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ബെഡാണ്. ആ ബെഡ് അതിന്റെ മറ്റൊരു റൂം, 2ാം നിലയിലെ ഒരവസ്ഥയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ വീടിന്റെ തൊട്ട് പിറകിലായി ഇപ്പോൾ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഈ പുഴയുടെ ഒരു ഭീകരതയും നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ദിശ മാറി, ഗതി മാറി ഒഴുകുന്ന ഒരു പുഴയുടെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആദ്യം ഒരു പക്ഷേ ഇത് ആ മലയിൽ നിന്ന് പൊട്ടി വന്ന് അതിന്റെ ഏറ്റവും താഴ്വാരത്തിൽ അടിഞ്ഞു കൂടി നിൽക്കുന്ന ഒരവസ്ഥ. ഇനി ഇതും കടന്ന്, ഈ പുഴയും കടന്ന് വല്ല ഭൗതിക ശരീരങ്ങളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടോ എന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ കണ്ടെത്തുക എത്രമാത്രം പ്രയാസകരമാകുമെന്ന് നമുക്ക്
ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഈ മണ്ണടിഞ്ഞ് വന്ന് കൂടിയ ഒരു സ്ഥലം എന്ന നിലയിൽ ഒരു പക്ഷേ ഇവിടെ ധാരാളം മൃതദേഹങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചേക്കും എന്നുള്ള ചെറിയ ഒരു നിഗമനത്തിലേക്ക് ഇവിടെ ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ദുഃഖങ്ങൾ കയറ്റിത്തന്ന ഒരു ദുരന്തത്തിൻ്റെ കഥയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. എവിടെയാണ് ഇവിടെ രാഷ്ട്രീയം? എവിടെയാണ് ഇവിടെ മതം? ഒന്നും തന്നെ ഇല്ലാതെ നമ്മളുടെ കൂട്ടത്തിലേക്ക് ഒത്തുചേർന്ന ഒരു ദുരന്തത്തിനെ നമ്മളെല്ലാവരും ഒന്നായി തന്നെ കൈകോർക്കുക. പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഉമ്മമാരുടെയും എല്ലാവരുടെയും ജീവനെടുത്ത് മുങ്ങിപ്പോയ ഒരു സംഭവമാണ് ഈ ദുരന്തം. ഈ ദുരന്തത്തിൻ്റെ കഥയിലേക്ക് നമ്മളെല്ലാവരും നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും ഒത്തുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ഇന്ന് വയനാട്, നാളെ എവിടെയാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഒന്നും തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരാതിരിക്കട്ടെ. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനി നമ്മളിലേക്ക് വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇവിടെ വിരാമം കൊള്ളുന്നു.